മക്കളെ ഇപ്പൊ സീരിയൽ ചെയ്യല്ലേ? സീത സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് വന്നപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിലാണ് ഫിലിമിൽ അഭിനയിക്കുക. മോള് ചെയ്ത ക്യാരക്ടർ എന്തുവാണ് അതിനകത്ത്? അതായത് ഇതൊരു പഴയ കാലത്തെ ആ ഘട്ടം കാണിക്കുന്നതാണ്. അപ്പോൾ ആ നാട്ടിൽ, അതായത് ഈ ടീനേജേഴ്സ് ഒക്കെ താമസിക്കുന്ന ആ നാട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഭയങ്കര ഐഡിയൽ കപ്പിൾസാണ്. പണ്ടത്തെ കാലത്ത് അധികം അങ്ങനെ ആൾക്കാർ റൊമാൻറ്റിക് ആയിട്ടൊന്നും പുറത്തൊന്നും കാണിക്കില്ല. അതൊക്കെ വലിയ തെറ്റാണ്, എല്ലാം തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഈ കുട്ടികളുടെ കഥ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതായത് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഭാര്യ ഭർത്താവ്. അപ്പോൾ അത് കാണുന്ന കുട്ടികൾക്കും എന്താണ് അങ്ങനെ അച്ഛനും അമ്മയോടും അവരുടെ ഓരോരോ ഡൗട്ടുകൾ ചോദിക്കുക. അപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കാതെ ഒരു സാറ് നോക്കുന്നത് പോലെ പ്രദീപേട്ട നോക്കുന്നത്. ഈ രണ്ട് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് 2018 1989. ഞാൻ സ്വാസികയോടല്ലേ ചോദിച്ചത്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് സ്വാസിക കഥ കൂടുതൽ പറയരുതെന്ന് ഇല്ല പറയുവേല, പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു എല്ലായിടത്തും ഒരു ക്യാരക്ടറാണ്. മനോഹരമായി പ്രണയിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ, ഒരു ഭാര്യയും ഭർത്താവിലെ ഭാര്യയാണ് സ്വാസിക. ഇതിന്റെ മൂലകഥ, ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത് അമർ ഹാദംബും ഗണേഷ് പണ്ഡിറ്റും എഴുതിയ ഒരു മറാത്തി കഥയാണ്. അതിന്റെ ചുവട് പിടിച്ചൊരു മറാത്തി സിനിമയും സൃഷ്ടിക്കപ്പെട്ടിരുന്നു പണ്ട്. മഹാരാഷ്ട്രയിലെ ബോളിവുഡിലെ വളരെ പ്രശസ്തരായ നിർമ്മാതാക്കളാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തുംഗ് ഹിതേന്ദ്ര ധാക്കൂർ, അദ്ദേഹവും റിതേഷ് ദേശ്മുഖ്, ജെനീരിയ ഡിസൂസയൊക്കെ അറിയില്ലേ, അവരുടെ കോ പ്രൊഡക്ഷൻ ആയിരുന്നു ആ സിനിമ. സൗത്ത് ഇന്ത്യയിൽ അവർ ആദ്യമായി, ഇപ്പോൾ അവരുടെ കഴിഞ്ഞ സിനിമ ഓസ്കാർ നോമിനേറ്റഡ് ആയ സിനിമയാണ് യെല്ലോ. സൗത്ത് ഇന്ത്യയിൽ അവർ പിച്ച് ചെയ്യണം തീരുമാനിച്ചപ്പോൾ മലയാളത്തിൽ അവർക്ക് ദേ ഹാവ് എ പ്ലിത്തോർ ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ്, ഒരുപാട് മഹാന്മാരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ മലയാളത്തിൽ. അപ്പോൾ അവർ പക്ഷേ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി സിനിമ ചെയ്തിട്ടില്ലാത്ത ഒരാളാകണം എന്ന് തീരുമാനിക്കുകയും അവരുടെ റിസർച്ച് വിങ്ങും അവരുടെ മറ്റ് PR-കളും ചേർന്നിട്ട് എൻ്റെ പേര് അവരോട് പറയുകയും അങ്ങനെ ഞങ്ങൾ തമ്മിൽ കാണുകയും കണ്ടപ്പോഴേ ഞാൻ പറയും, സോറി ഇത് എൻ്റെ പീസ് ഓഫ് കേക്ക് അല്ല, നമ്മുടെ തൊഴിൽ ക്യാമറയുടെ മുമ്പിലാണ് എന്ന് പറയുകയും അതെന്താ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുകയും ചോദിക്കുകയും അങ്ങനെ ഞങ്ങൾ അശ്വമേധം കളിക്കുകയും പിന്നെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് അവർ പറയുകയും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുകയും തുടങ്ങുകയും ചെയ്തതാണ്. ഇത് അങ്ങനെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ അടച്ചിട്ട കുട്ടികൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് വളരെ ഫാസ്റ്റായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ജോവിയലായ ഒരു കഥയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ്. ആ കടന്നുപോയ ജീവിത അനുഭവങ്ങളെ തിരിച്ചോർമ്മിക്കുവാനുള്ള ഒരു ശ്രമമാണ്. ആനിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും ആനിക്ക് ഇപ്പോൾ പരിഹാരം കാണാൻ, ആനിയുടെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആനിക്ക് പരിഹാരം കാണാൻ ഏറ്റവും നല്ല മാർഗം ആനി ആ പ്രായത്തിൽ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കുക മാത്രമാണ്. അത് നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്യുന്നില്ല. അതൊന്നും ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ ആഹാ, അവർ ചെയ്യുമ്പോൾ ഓഹോ, അത് വേണ്ട. അപ്പൊ കുട്ടികളോട് എങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് എടുക്കണം എന്നാണ് പ്രദീപേട്ടൻ പറയുന്നത്? ശരിക്കും ബീങ് എ പാരന്റ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പാരന്റ് എൻ്റെ അച്ഛനാണ്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എൻ്റെ അച്ഛനായിരുന്നു. കുട്ടികൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകണം. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു പാരന്റിങ് ആയിരിക്കണം കുഞ്ഞുനാൾ മുതലേ നമ്മൾ ചെയ്യേണ്ടത്? തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും അച്ഛനും അമ്മയും. അപ്പോൾ ഒരു ഭയം ഉള്ളിലേക്ക് കുട്ടികൾക്ക് വരും, അപ്പോൾ ഒരു അകൽച്ച വരും. ഇത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഞാൻ ഡിസഗ്രി. അതൊരു തെറ്റായ, അത് അപക്വമായ ഒരു ചിന്തയാണ് അനിയെ പറഞ്ഞത്. കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് ഭയമുണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. അത് സത്യമാണ്. അങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്ന രീതിയിൽ അച്ഛനമ്മമാർ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് കുട്ടികൾ ആവശ്യമില്ല, ഈ മെഷീൻസിനെ മതി എന്നതുകൊണ്ടാണ്. ലോകത്തിൽ 1,68,000 സീബ്രകളുണ്ട്, വരയൻ കുതിരകൾ, സീബ്ര. അതിൻ്റെ എല്ലാം വരകൾ പക്ഷേ ഒരുപോലെയാണ് അല്ലേ? അല്ല. There are no two zebras in the world with identical designs. ദൂരക്കാഴ്ചയിലെല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഒരേപോലെ വരകളുള്ള 2 സീബ്രകൾ പോലും ഈ ഭൂമിയിലില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നിടത്താണ് പ്രശ്നം. നിങ്ങൾക്ക് ഡോക്ടർമാരാക്കണം, എൻജിനീയർമാരാക്കണം. നിങ്ങൾക്ക് അവരാക്കാൻ തോന്നാത്തിടത്താണ് കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നത്. ബി യുവർ സെൽഫ് ആൻഡ് എവറിതിങ് എൽസ് വിൽ ഫോളോ. അവരിലൊരു കുട്ടിയുണ്ട്, അവരിലൊരു മുതിർന്നവനുണ്ട്, അവരിൽ ഒരു സീബ്ര ലൈനുണ്ട്. അത് തിരിച്ചറിയാൻ ടോർച്ച് അയച്ചു കൊടുക്കുക എന്ന് മാത്രമേ അധ്യാപകനായാലും വിദ്യാഭ്യാസത്തിനായാലും ചെയ്യാനുള്ളൂ. ഇത് കുട്ടികളെ ഇന്ന് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഒരു ടിപ്പ് കുട്ടികൾക്ക് കൊടുക്കും, അത് ആ ഒരു ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും. പരീക്ഷ എഴുതി, ഇപ്പൊ പരീക്ഷ സമയം കൂടിയാ, പരീക്ഷ സമയത്ത് അവർക്ക് അത് നിൽക്കാനുള്ളൊരു മെമ്മറി പവറിന് വേണ്ടിയുള്ള ടിപ്സ് പലതരത്തിൽ പല ആളുകൾ ചെയ്യാറുണ്ട്. കാർഡ് ട്രിക്ക്, കളർ ട്രിക്ക് എന്നിങ്ങനെയൊക്കെ.
പക്ഷെ മെമ്മറിക്ക്, ഓർമ്മശക്തിക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒന്നും മറക്കാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. TCDI എന്നാണ് അതിന് പേര്. TCDI. ബെൽജിയത്തിലെ ബ്രസൽ സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് TCDI. TCDI ഉണ്ടെങ്കിൽ നമ്മളൊന്നും മറക്കില്ല എന്ന് പറയും. അതായത് സ്വാസികയ്ക്ക് സിനിമ ഇഷ്ടമല്ലേ? ചിത്രം കണ്ടിട്ടുണ്ടോ? ഓർമ്മയില്ലേ? വെരി ഗുഡ്. ഏതാ പത്രം വായിക്കുന്നത്? മാതൃഭൂമി. ഇന്നലത്തെ മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ എന്തായിരുന്നു? ഓർമ്മയില്ല. ചിത്രം കണ്ടിട്ട് കള്ളം പറയാൻ നിൽക്കണ്ട, ഓർമ്മയില്ല. ചിത്രം കണ്ടിട്ട് 10 വർഷമായില്ലേ? പക്ഷെ ഓർമ്മയുണ്ട്. പത്രം വായിച്ചപ്പോൾ ഓർമ്മയില്ല. സ്വാസിയുടെ തന്നെ അതിനോട് ചോദിച്ചാൽ ഇത് തന്നെ സംഗതി. അതെങ്ങനെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ, ചിത്രം കണ്ടപ്പോൾ, സിനിമ കണ്ടപ്പോൾ നമ്മൾ തമാശ വന്നപ്പോൾ അടുത്തിരുന്ന ആളിൻ്റെ തുടയിലൊക്കെ അടിച്ച് ചിരിച്ചു. സങ്കടം വന്നപ്പോൾ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു. പേക്കർ ചീഫ് എടുത്ത് കണ്ടു അടച്ചു. പ്രണയരംഗങ്ങൾ വന്നപ്പോൾ നമുക്കും വരും ഒരു സമയം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ടെൻഷൻ വന്നപ്പോൾ നമ്മൾ വി ആർ സിറ്റിംഗ് ഓൺ ദ ചെയർ, മോളിൽ കയറിയിരുന്നു, പറയുന്ന ആൾ തലയിലിട്ട് അടിച്ചപ്പോഴാണ് താഴ്ന്നിരുന്നത്. ദാറ്റ് മീൻസ് വി ആർ നോട്ട് വാച്ചിങ് ദ മൂവി, വി ആർ ക്രിയേറ്റിംഗ് ആൻ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ മൂവി. പത്രം വായിച്ചപ്പോൾ പിന്നെ പത്രം എന്നുള്ള രീതിയിലായി. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ, എൻ്റെ അമ്മ എൻ്റെ 5ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്ന് വയ്ക്കുക. എനിക്കിപ്പോൾ 90 വയസ്സായി എന്ന് വയ്ക്കുക. എനിക്ക് 29 കഴിഞ്ഞ് 30 ആകുന്നേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ അപ്പോൾ 90 വയസ്സാണെങ്കിൽ അപ്പോൾ അമ്മയെ കണ്ടിട്ട് ഞാൻ 85 വർഷമായി. ഞാൻ അമ്മയുടെ പേര് മറക്കുമോ? നിങ്ങളാണെങ്കിൽ മറക്കുമോ? ഇല്ല. പക്ഷെ ഇന്നലത്തെ പത്രത്തിൽ വായിച്ച ചിലിയൻ ലീഡർ മിഷേല ബാഷേലിൻ്റെ പേര് നമ്മൾ ഇന്ന് മറക്കും. കാരണം നമ്മൾ ആദ്യത്തേത് അമ്മ, സിനിമ, ഇതൊക്കെ നമ്മളൊരു IE അഥവാ ഇൻവോൾവ്ഡ് ഇമോഷനായി സ്വീകരിക്കുന്നു. മറ്റേത് നമ്മളൊരു SI അഥവാ സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷനായി സ്വീകരിക്കുന്നു. ഇൻവോൾവ്ഡ് ഇമോഷൻസ് ഒരിക്കലും നമ്മൾ മറക്കില്ല. സൂപ്പർഫിഷ്യലായി സ്വീകരിക്കുന്ന ഇൻഫർമേഷൻ മറക്കും. ഓർമ്മിക്കുവാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ കുട്ടികൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളോട്, പഠിക്കുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത് എല്ലാം സമ്പൂർണവും നിരന്തരവും ആത്മാർപ്പണത്തോടു കൂടിയുള്ളതുമായ ലയനത്തോടു കൂടി ചെയ്താൽ മറക്കില്ല. അത് മാത്രമേ ഉള്ളൂ ഓർമ്മിക്കുവാനുള്ള മാർഗം. ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ്. ഞാൻ ഈ ഓർമ്മശക്തി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ കാശ് പിന്നെ വീട്ടിൽ എത്തിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യുക, ഇന്ന് വൈകുന്നേരം നിങ്ങളൊരു കാർഡ് എടുക്കുക, ഒരു പോസ്റ്റ് കാർഡിൻ്റെ, കല്യാണ കാർഡിൻ്റെ വലിപ്പത്തിലുള്ള ഒരു കാർഡ് എടുക്കുക. 5 ഫോർമുലകൾ അല്ലെങ്കിൽ 5 വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, ഫിസിക്സിൽ നിന്നൊന്ന്, കെമിസ്ട്രിയിൽ നിന്ന്, അങ്ങനെ 5 വിഷയങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ എഴുതുക. സ്റ്റഡി ടേബിളിൽ വായിക്കുന്ന മേശപ്പുറത്ത്, പഠിക്കുന്ന മേശപ്പുറത്ത് ഇടുക. കിടന്നുറങ്ങുക. നാളെ രാത്രി ഇതേ സമയത്ത് അതെടുക്കുക, കീറിക്കളയുക. നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. ഇന്ന് ഞാൻ പോയിട്ട് മോനെ കൊണ്ട് ചെയ്യിച്ചു നോക്കാം. അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി എഴുതിയിട്ടിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ ഉറക്കമണിയിട്ടിട്ട് പല്ല് തയ്ക്കുന്ന ശീലമൊക്കെ ഉള്ളവർ പല്ല് തയ്ക്കാൻ പോകുമ്പോൾ മേശപ്പുറം മുന്നിലൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാർഡ് അതെടുക്കുക, പറയാൻ ശ്രദ്ധിക്കുക, എടുക്കുക. എങ്ങനെ? ഒരു ഫിലിം മാഗസിൻ എടുത്ത് കവർ നോക്കിയിട്ട് താഴെ ഇടുന്ന ആ ലാഘവത്തോടെ, കെയർലെസ്സായി അതെടുക്കുക, അവിടെ ഇടുക, പോവുക. തിരിച്ച് ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അമ്മ കാപ്പി എടുത്തു, കാർഡ്. ദാറ്റ് മീൻസ് അന്ന് രാത്രി വരെ എപ്പോഴെല്ലാം അവൻ ആ മേശയെ കടന്നു പോകുന്നു അപ്പോഴെല്ലാം അലസമായി, അലക്ഷ്യമായി, ഒരു ഗൗരവവുമില്ലാതെ ആ കാർഡ് മറിച്ച് നോക്കിയിട്ട് ഉപേക്ഷിക്കുക. വൈകുന്നേരം രാത്രി അവന് കീറിക്കളയാം. കാരണം അവനറിയാതെ 10-60 തവണ മറിച്ച് നോക്കിക്കഴിഞ്ഞു. അത് ബോധപൂർവ്വം അടിച്ചേൽപ്പിച്ചതല്ല. അവൻ ഉദാസീനമായി ചെയ്ത ആ പ്രക്രിയ അവനൊരിക്കലും മറക്കില്ല. ഒരിക്കലും മറക്കില്ല. ദാറ്റ് ഈസ് കോൾഡ് CVM, കണ്ടിന്യൂവസ് വിഷ്വൽ മെമ്മറി. അനി ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഹോളി ഏഞ്ചൽ സ്കൂളിലെ വഴി അറിയോ? അറിയാം. അത് അറിയാൻ വേണ്ടി ഹോളി ഏഞ്ചൽ സ്കൂൾ ഇവിടെയാണ്, ഹോളി ഏഞ്ചൽ സ്കൂൾ ഇവിടെയാണ്, ഹോളി ഏഞ്ചൽ സ്കൂൾ ഇവിടെയാണ്, ഇങ്ങനെ കാണാൻ പഠിച്ചോ? ഇല്ലല്ലോ. ഇല്ല. ആഴ്ചയിൽ 5 ദിവസം രാവിലെയും വൈകുന്നേരവും കാണുന്നു അല്ലേ? അപ്പോൾ ഒരു ദിവസത്തിൻ്റെ 60 തവണ കാണുന്നവ മറക്കുമോ? ദാറ്റ് ഈസ് കണ്ടിന്യൂവസ് വിഷ്വൽ മെമ്മറി. പക്ഷെ അതൊക്കെ ടിപ്സും ട്രിക്കുകളുമാണ്. അത് ഒരുപാട് ടിപ്പുണ്ട്. അതിലൊരു ടിപ്പാണ് ഈ പറഞ്ഞത്. പക്ഷെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. സമ്പൂർണ്ണമായ ലയനത്തോടു കൂടിയുള്ള ആത്മ അർപ്പണം.